പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. യേശുക്രിസ്തുവിലേറെ സ്നേഹമുള്ള ശാലോമിൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതിവാക്കന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കട്ടെ. എല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ ആ സ്നേഹത്തിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ചിന്തിക്കുക. നമുക്ക് പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാൻ അസാധ്യമാണ്. ഈ ഭൂമിയിൽ പ്രതിസന്ധികളില്ലാത്തവരായി ആരും തന്നെയില്ല. എല്ലാ മനുഷ്യൻ്റെ ജീവിതം പരിശോധിച്ചാലും അവർക്കെല്ലാം പ്രതിസന്ധികളുണ്ട് പ്രിയമുള്ളവർ. അതിനെല്ലാം അതിജീവിച്ചാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ജീവിതം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അതിജീവനത്തിൻ്റെ ഭാഗമാണ്. നാളേക്ക് വേണ്ടി, അല്ലെ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി, ഇതിനെല്ലാം വേണ്ടി നമ്മൾ അതിജീവിച്ച് ഓരോ ജീവിതയാത്രയുടെ മധ്യത്തിലും പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി ഓവർകം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. മുന്നോട്ട് നോക്കിയാലും പുറകോട്ട് നോക്കിയാലും നമ്മുടെ മുമ്പിൽ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താൻ സാധിക്കും. ഇതൊന്നും അതിജീവിക്കാൻ സാധിക്കാതെ പോകുന്നവരാണ് നിരാശപ്പെട്ട് തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ച് ഈ ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളോട് വിട പറയുന്നവർ. ഇവിടെ യേശു ബാറാസയുടെ പുസ്തകം, സിറാക്കിൻ്റെ പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്. യേശു ബാറാസയുടെ പുസ്തകം 46-ാം അധ്യായം 5-ാം വാക്യം: ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ച് അപേക്ഷിച്ചു. ശത്രുക്കൾ നമുക്കെതിരെ വളയാം. നമ്മൾ യുദ്ധം ചെയ്യുന്നത് ജഡരക്തങ്ങളോടല്ല, അന്ധകാര ശക്തികളോടാണ്. പൗലോസ്ലീഹ എഫേസ്യർ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പറയുകയാണ്, നമ്മൾ യുദ്ധം ചെയ്യുകയാണ്, അന്ധകാര ശക്തികളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ശത്രുക്കൾ മുഴുവൻ എന്നെ വലയം ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ശക്തനായവനെ, അത്യുന്നതനെ ഞാൻ വിളിച്ച് അപേക്ഷിച്ചു. ഇതൊരു നമ്മെ ഓർമ്മപ്പെടുത്തുന്നൊരു വചനമാണ്. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ശത്രുക്കൾ അതാരായിക്കോട്ടെ, ശത്രുവായി നമുക്ക് കാണേണ്ട വ്യക്തി, ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. അവൻ പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ട് മരുഭൂമിയിലായിരുന്നു. അവൻ രാവും പകലും നോമ്പെടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് പിശാച് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവമക്കളുടെ ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ആരോടാണ് ഇവൻ മല്ലുപിടിക്കാൻ വന്നിരിക്കുന്നത് പറയുകയാണ്. 12-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ: അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെടും. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. അപ്പോൾ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? ആരാണ് നമ്മുടെ ശത്രു? നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ള, എൻ്റെ ശത്രുക്കൾ മുഴുവൻ, ഒരു ശത്രു പട്ടാളം മുഴുവൻ എന്നെ ചുറ്റി വളയുമ്പോഴും എന്നെ ശക്തനാക്കുന്നവൻ, അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുന്നവൻ ക്രിസ്തുവാണ്, വചനമാണ്. നമ്മളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. നീ നന്മ ചെയ്താലും നീ നല്ലത് ചെയ്താലും നിൻ്റെ എല്ലാറ്റിനെയും വിമർശിക്കാനും എല്ലാറ്റിനെയും എതിർക്കുവാനും പരിഹസിക്കുവാനും നിന്നെ തിന്മയിലേക്ക് നയിക്കപ്പെടുവാനും വേണ്ടി ഒരു കൂട്ടം ആളുകൾ ചുറ്റുപാടുമുണ്ട്. അത് നീ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ അസാധ്യമായി തീരും. ഇന്ന് എനിക്ക് അസാധ്യമായി തീരുകയാണ്. എൻ്റെ ജീവിതം പോലും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നമുക്ക് വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, മഹാമാരി എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഞാൻ ഇതിനെ തരണം ചെയ്യണമെങ്കിൽ
അത്യുന്നതനെ, ശക്തനായവനെ നീ വിളിച്ചപേക്ഷിച്ചേ പറ്റൂ. നീ ഒന്ന് വിളിച്ചപേക്ഷിച്ചേ, വലിയ മാറ്റം ഉണ്ടാവും. നമ്മൾ വിളിച്ചപേക്ഷിക്കാൻ മടിയാണ് പലർക്കും. പലരും ധിക്കരിക്കുകയാണ് ദൈവത്തെ. എന്തിന് പ്രാർത്ഥിക്കണം, എന്തിന് പള്ളിയിൽ പോകണം? ഈ ഒരു കാലഘട്ടം യുവതിവാക്കന്മാരും ചില ആളുകളും ചില വ്യക്തികളും എന്തിന് ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ തന്നെയല്ലേ വിമർശിക്കുന്നത്? എന്തിന് പ്രാർത്ഥിക്കണം, എന്തിന് പള്ളിയിൽ പോകണം, ഇങ്ങനെയൊക്കെ പോയാൽ എന്താ കുഴപ്പം എന്ന് നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കേണ്ടവൻ വിളിച്ചപേക്ഷിക്കാതെ ജീവിക്കുന്ന സമയമാണ്. ഇതൊരു വശത്ത് നിൽക്കുകയാണ്. ആര്? കർത്താവിനെ വിളിച്ചപേക്ഷിക്കാത്തവർ. അതിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരു വശത്ത്. എന്നാൽ ഇവിടെ കർത്താവ് വചനത്തിലൂടെ പറയുക, നീ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. താഴെ പറയാൻ 6-ാം വാക്യം, ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരമരുളി. കണ്ടോ, ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. അപ്പോൾ കീഴടക്കുവാനുള്ള ശക്തി എനിക്ക് ലഭിക്കുന്നത് ഞാൻ അത്യുന്നതനെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ്. ദൈവവചനത്തിൽ അനേകം ഉദാഹരണങ്ങളുണ്ട്. കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ എനിക്ക് ലഭിക്കുന്ന ചില നന്മകൾ, ചില കാര്യങ്ങൾ, ചില കാര്യസാധ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. വചനത്തിലൂടെ പറയുകയാണ്. ഒന്നാമതായി നമ്മൾ കാണേണ്ട വചനം പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യമാണ്. അവിടെ പറയുകയാണ്, ഇതാ ഇസ്രായേൽ ജനം വിളിച്ചപേക്ഷിച്ചു. അവിടെ നിലവിളി എന്ത് ചെയ്തു? കർത്താവിങ്കൽ ദൈവത്തിൻ്റെ അടുക്കലെത്തി. 2-ാം അധ്യായം 23-ാം വാക്യം ഇങ്ങനെ പറയുന്നു, കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി. അപ്പോൾ ദൈവസന്നിധിയിൽ എത്തുന്ന തലത്തിലേക്ക് നമ്മുടെ നെടുവീർപ്പുകളും നിലവിളിയും എത്തുമ്പോൾ കർത്താവ് വേണ്ട തക്കതായ കന്മഴ അയച്ച് നമ്മളെ സഹായിക്കും. എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവിനെ അയച്ച് നമുക്ക് വേണ്ടുന്ന ശക്തി തരുന്ന അതിനർത്ഥം. നിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നീ ഒന്ന് വിളിച്ചപേക്ഷിച്ച് നോക്കിയേ, നിനക്ക് അപ്പോൾ തന്നെ ദൈവം ഉത്തരം തരും. ദൈവത്തിരുസന്നിധിയിൽ എത്തുന്ന നിൻ്റെ നിലവിളി, നിൻ്റെ നെടുവീർപ്പ്, അതിന് ഉത്തരം തരാൻ വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ദൈവം. അതുകൊണ്ട് നിൻ്റെ പ്രതിസന്ധി ഒരു രോഗമായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, സാമ്പത്തിക പ്രതിസന്ധിയാണോ, അതോ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത തലത്തിൽ നീ പ്രതിസന്ധിയുടെ മധ്യത്തിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് നിൻ്റെ ജോലി നിനക്കത് മുന്നോട്ട് പോകാൻ സാധിക്കാതെ, അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ജോലി നിനക്കെല്ലാം നേടിയിട്ടും പഠന മേഖലയിൽ പാസ്സായി എല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് പോകാൻ സാധിക്കാതെ നീ വിഷമിക്കുന്ന ഒരവസ്ഥയാണോ? എല്ലാം ശരിയായച്ചാ, പക്ഷെ എന്താണെന്നറിയില്ല, ഒരു തടസ്സം, എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. ചില ആളുകൾ പറയാറില്ലേ, രോഗമൊക്കെ മാറി, പക്ഷെ അതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ, എനിക്കൊരു പണി ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ഒരു പയ്യൻ, ഒരു രോഗം ബാധിച്ച്, കോവിഡ് ബാധിച്ച്, കൊറോണയായിരുന്നു, ഒത്തിരി സീരിയസ് ആയിരുന്നു. വെന്റിലേറ്ററിൽ നിന്നെല്ലാം ദൈവം ആ മകനെ വീണ്ടെടുത്തു. അവൻ്റെ പ്രാർത്ഥന, ഭയങ്കര വിശ്വാസമാണ് യേശു ക്രിസ്തുവിൽ. എന്നും ഇവിടെ ഫോൺ വിളിച്ച് പറയും പ്രാർത്ഥിക്കാൻ. അങ്ങനെ നല്ല വിശ്വാസിയായൊരു ചെറുപ്പക്കാരൻ. അവനെ വെന്റിലേറ്ററിൽ നിന്നും ദൈവം വീണ്ടെടുത്ത് ഇന്ന് വീണ്ടും അവൻ കടയിലേക്ക് ജോലിക്ക് പോവുകയാണ്, അവൻ്റെ ജോലി സംബന്ധമായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല, കൈ വഴങ്ങുന്നില്ല. രോഗത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. ഇതുപോലെ നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, ചില ദുഃഖങ്ങൾ, ചില മരണങ്ങൾ, ചില രോഗങ്ങളൊക്കെ നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ നീ നെടുവീർപ്പിട്ട് നിലവിളിക്ക്.
നിൻ്റെ നെടുവീർപ്പും നിലവിളിയും ദൈവത്തിൻ്റെ സന്നിധിയിലെത്തും. അവൻ തക്കതായ മഴയയച്ച് നിന്നെ ആശ്വസിപ്പിക്കും. വീണ്ടും 1 സാമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം, അവിടെ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. 10-ാം വാക്യം പറയുകയാണ്, അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അവൾക്കൊരു കുഞ്ഞില്ല. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. 12-ാം വാക്യം പറഞ്ഞു, ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഹന്ന പ്രതിവചിച്ച് ഏലി പ്രവാചകനോട് പറഞ്ഞു, എൻ്റെ ഗുരു അങ്ങനെയല്ല. ഹന്നയുടെ പ്രാർത്ഥന കേട്ടപ്പോൾ പുരോഹിതന് തോന്നി, ഏലി പുരോഹിതന് തോന്നി, ഇവൾ മദ്യപിച്ച് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. പക്ഷെ പറഞ്ഞു, അങ്ങനെയല്ല ഗുരു, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ വീഞ്ഞോ ലഹരിപാനീയോ ഒന്നും കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ പോയി ഒന്ന് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം തരും. ഒരു കുഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ കൊടുക്കാത്ത അപ്പനല്ല എൻ്റെ ദൈവം. നിൻ്റെ രോഗത്തിന് വേണ്ടി നീ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ യെശയ്യാ പ്രവാചകനിലൂടെ രാജാവിന് 15 വർഷം നീട്ടിക്കൊടുക്കാൻ എൻ്റെ ദൈവത്തിന് സാധ്യമാണെങ്കിൽ, നിൻ്റെ കുഞ്ഞിനെ നോക്കുവാൻ വേണ്ടി, നിൻ്റെ കുടുംബത്തെ നോക്കുവാൻ വേണ്ടി, നിൻ്റെ രോഗത്തെ എത്രയോ വർഷം, 15 വർഷമെങ്കിൽ 15 വർഷം മാറ്റിത്തരുവാൻ എൻ്റെ ദൈവത്തിന് സാധ്യമാണെന്ന് നീ വിശ്വസിക്കുക. നിൻ്റെ വിശ്വാസം എവിടെയാണ്, അവിടെ ദൈവം മാറ്റിയും. ഇവിടെ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ ദേവാലയത്തിൽ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവൾക്കൊരു കുഞ്ഞുണ്ടായി, ഒരു പ്രവാചകനായി മാറി സാമുവേൽ പ്രവാചകൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തിയാണോ, നീ പരാജിതനാകുകയില്ല, നീ തോറ്റുപോകുകയില്ല. നിനക്ക് വിജയം ഉറപ്പാണ്. ഒരുപക്ഷേ ഈ ലോകം കാണുന്ന വിജയമല്ലായിരിക്കാം, ഈ ലോകം പ്രതീക്ഷിക്കുന്ന വിജയം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വിജയമുണ്ട്. നിന്നെക്കുറിച്ചുള്ള പദ്ധതി യെരമ്യാ പ്രവാചകൻ 29:11 പറയുന്ന പോലെ എത്ര പ്രശാന്തമായ നല്ലൊരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് ഞാൻ നിന്നു കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രിയമുള്ളവർ, വെല്ലുവിളികളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ തരണം ചെയ്യേണ്ടത്. ആ വെല്ലുവിളികളെ ഞാൻ എങ്ങനെ നേരിടുന്ന ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് വിജയം. പക്ഷേ ഇന്ന് നമുക്ക് പ്രശ്നം, ഇത് ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ മനസ്സില്ലാത്തവൻ എത്ര കഷ്ടപ്പെട്ടാലും ഒരു പക്ഷേ കാറ്റില്ലാത്ത വാഹനത്തെ ഉന്തിത്തള്ളുന്ന അനുഭവമാണ് നമ്മുടെ ജീവിതം. കാറ്റ് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ വാഹനം നല്ല രീതിയിൽ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ വാഹനത്തിൻ്റെ ടയറിൽ കാറ്റുണ്ടായിരിക്കണം. ഈ ലോക ജീവിതയാത്രയിൽ നിന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നോടൊപ്പമുണ്ടെങ്കിൽ നിനക്ക് എത്ര ഈസിയാണ് ഈ ജീവിതം കൊണ്ടുപോകാൻ. കർത്താവ് നമ്മുടെ കൂടെ വന്നിരുന്ന് നമുക്ക് പറഞ്ഞുതരും, മകനെ മകളെ നീ ഇന്ന കാര്യം ചെയ്യേ, നീ IELTS പഠിക്കുകയാണോ, വേണ്ട വേറെ വല്ലതും പഠിക്കേ, നിനക്കതിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. 5ഉം 6ഉം പ്രാവശ്യം IELTS എഴുതി പാസ്സാകാത്തവർ വീണ്ടും എഴുതുമ്പോൾ നമ്മൾ ദൈവത്തെ വഴി പറയുകയാണ്. ഞാൻ എത്ര വർഷമായിട്ട് എഴുതുന്നു. ദൈവം പറയാ, നീ പോകണ്ട അവിടെ. നീ പോയാൽ ചിലപ്പോൾ നിനക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. നീ വേറെ വല്ലതും പഠിക്കും. നിനക്ക് ഞാൻ വേറൊരു പദ്ധതിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നിൻ്റെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും കാനഡയ്ക്ക് പോയി കാണും, UK പോയി കാണും, ചില ജർമ്മനിക്കും പോയി കാണും. പക്ഷെ നീ പോകേണ്ട സ്ഥലം ഞാൻ നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നീ എന്നോട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾ തുറക്കപ്പെടുന്നല്ലേ പറഞ്ഞിരിക്കണേ. നീ അന്വേഷിക്ക്, നീ തുറക്ക്, നിനക്ക് വേണ്ടി നീ മുട്ട് തുറക്കും ദൈവം. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന പദ്ധതികളും പ്ലാനുകളും മാറ്റിവെച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുവാൻ ഹന്ന മുട്ടുമടക്കിയതുപോലെ ഇതാ ഏലി പുരോഹിതന് പറഞ്ഞു, അല്ലയോ പുരോഹിത ഗുരോ,
നീ ചിന്തിക്കുന്ന പോലെ ഞാൻ മദ്യം ലഹരിയൊന്നും കുടിച്ചിട്ടല്ല. എൻ്റെ മനോവേദനയാണ്. എനിക്കൊരു കുഞ്ഞില്ല. ഞാനത് എൻ്റെ ദൈവത്തോട് പറയുകയാണ്. അവൾ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇതാ നിലവിളി ദൈവം കേട്ടു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിനക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നോടൊപ്പം നിന്ന് നിന്നെ കരുതുന്ന, നിന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. വീണ്ടും ദാനിയേൽ പ്രവാചകന പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കും. സൂസന്ന എന്നാണ് പേര്. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവൾ അനുഭവിക്കേണ്ടി വന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. ഒരു പക്ഷേ ആ പെൺകുട്ടിക്ക് സമൂഹത്തിൻ്റെ മധ്യത്തിൽ നല്ലവളെന്ന് പേരെടുക്കാൻ സാധിക്കുമായിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പിടിക്കപ്പെടാതിരിക്കാൻ അവൾക്ക് പാപം ചെയ്താൽ മതി, പാപത്തിന് നിന്നു കൊടുത്താൽ മതി. ഈ സമൂഹം ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അവളെടുത്ത തീരുമാനം അങ്ങനെയല്ല. പാപത്തിൽ വീഴുന്നതിനേക്കാൾ നല്ലത് 13-ാം അധ്യായം 23-ാം വാക്യം പറയുകയാണ്, കർത്താവിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽ പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ ആ ശ്രേഷ്ഠന്മാർ അവൾക്കെതിരെ അട്ടഹസിച്ചു. കണ്ടോ, സമൂഹം നമ്മൾ നിലവിളിച്ച് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ സമൂഹം നമ്മൾ അട്ടഹസിക്കും, പരിഹസിക്കും. ദേവാലയത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുന്ന അനേകം ആളുകളുണ്ടാവും. ഓ, ഇവക്കെന്നാ വലിയ പ്രാർത്ഥനാകാരി വന്നിരിക്കുന്നു. നമ്മൾ വിമർശിച്ചിട്ടില്ലേ പ്രിയമുള്ളവരെ? നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നിരിക്കുമ്പോൾ നമ്മൾ പറയുകയാണ്, ഞങ്ങൾക്ക് വീട്ടിൽ 7 മണിയാകുമ്പോൾ പ്രാർത്ഥനയാണ്, നമുക്ക് പ്രാർത്ഥിക്കാമിരിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ വിമർശിച്ചവരും പരിഹസിച്ചവരും ഇല്ലേ? എന്തിന് നമ്മുടെ കുടുംബക്കാർ പറഞ്ഞിട്ടില്ലേ, ഓ അവർ പോട്ടെ, ഇപ്പോഴാണോ പ്രാർത്ഥിക്കണേ എന്നും പറഞ്ഞ് നമ്മളെ പരിഹസിച്ചവരില്ലേ? അപ്പോൾ നമ്മുടെ മനസ്സ് ഏത് തലത്തിലാണ് ആ വിഷയത്തെ തരണം ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് സൂസന്ന എന്ന് പറയുന്ന ആ പെൺകുട്ടി, ഒരു സ്ത്രീ 13-ാം അധ്യായം 42-ാം വാക്യത്തിൽ പറയുകയാണ്, അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. 44-ാം വാക്യം പറഞ്ഞു, കർത്താവ് അവളുടെ നിലവിളി കേട്ടു. കണ്ട, അത്യുന്നതനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ നീ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഉത്തരം തരണമെന്നില്ല, നീ ആഗ്രഹിക്കുന്ന സമയത്ത് നിനക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. പക്ഷേ നിനക്കൊരാവശ്യം വരുമ്പോൾ, നിനക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ കരം നീട്ടി നിന്നെ കൈപ്പിടിച്ചുയർത്തുന്ന ദൈവമുണ്ടെന്ന് നീ തിരിച്ചറിയണം. ആ ദൈവം എൻ്റെ യേശുക്രിസ്തുവാണെന്ന് നീ ഉറക്കെ എന്ന് പ്രഖ്യാപിക്കുന്നുവോ, അന്ന് നിൻ്റെ പ്രശ്നങ്ങൾക്കും എല്ലാറ്റിനും തീരുമാനമുണ്ടാകാൻ പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരണം പ്രിയമുള്ളവർ. കർത്താവ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത്യുന്നതനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു സമൂഹമായി, ഒരു സഭയായി, ഒരു ഇടവകയായി നമുക്ക് മാറാൻ സാധിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ വലിയ മാറ്റമുണ്ടാകും. എത്രയോ നിലവിളിച്ച് പ്രാർത്ഥിച്ച ഇടവകകൾ ഈ സഭയിലുണ്ട്. എത്രയോ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇടവക ജനം, വിശ്വാസികളുടെ കൂട്ടമാണ് പ്രിയമുള്ളവർ ഈ സഭ. തകർന്നുപോയെന്ന് നമ്മളെ വിമർശിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, പിടിച്ചടക്കപ്പെടുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുന്നവനായ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യേശുക്രിസ്തുവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയാണ് സഭ. വിശ്വാസികളുടെ കൂട്ടമാണ് സഭ. അങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിച്ച പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൈന്യം മുഴുവൻ നിങ്ങൾക്കെതിരെ വരുമ്പോഴും അത്യുന്നതനായവനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു കൂട്ടമായി ഞാൻ നിങ്ങൾ മാറണം. ഇന്ന് ഞാൻ മറ്റ് ഗാദറിങ്ങിൽ എൻഗേജ്ഡാണ്, എനിക്ക് സമയമില്ല. കൊറോണയാണ്, ലോക്ക്ഡൗൺ ആണ്, പ്രതിസന്ധിയാണ്, മഹാമാരിയാണ്, പാൻഡമിക്കാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും കേട്ടിട്ടും നമ്മൾ എൻഗേജ്ഡാണ് മറ്റു പലതിലും.
കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ഞാനൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ മക്കളുടെ പഠനത്തിന് ബുദ്ധിമുട്ടുണ്ട്, ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, തക്കതായ അർഹിക്കുന്ന ഒരു ശമ്പളം പോലും എനിക്ക് കിട്ടുന്നില്ല. 10,000 കിട്ടിയ സ്ഥലത്ത് എനിക്ക് 5,000 കിട്ടുന്നുള്ളൂ. പക്ഷെ ചിലവുകൾ അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഓരോ ദിവസം ചിലവേറിക്കൊണ്ടിരിക്കുന്നു, ശമ്പളം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മധ്യത്തിൽ എനിക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ സമയമില്ല എന്ന് പറയുന്ന വിശ്വാസിയാണോ, വ്യക്തിയാണോ നീ? മാറണം നമ്മുടെ ചിന്താഗതികൾ. അത്യുന്നതനെ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തിയായി നീ മാറണം. ഒരു വ്യക്തിയുടെ പ്രതിസന്ധി മധ്യത്തിൽ അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം ഇടപെടും എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവന് രുചിച്ചറിയാൻ സാധിക്കുമെന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഒരു സൈന്യം മുഴുവൻ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ കർത്താവ് അത്യുന്നതനായവൻ, ശക്തനായവനെ ഞാൻ വിളിച്ചപേക്ഷിക്കും. എത്രയോ ഉദാഹരണങ്ങൾ ഈ വേദപുസ്തകം പരിശോധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെട്ടതും, ഹന്നായിക്ക് ഒരു കുഞ്ഞിനുണ്ടായതും, സൂസന്ന പാപത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയപ്പോൾ സമൂഹം അവളെ കല്ലെറിയാൻ വേണ്ടി വ്യഭിചാരിയായി പിടിക്കപ്പെട്ടപ്പോഴും അതിനെല്ലാം തരണം ചെയ്ത് അവൾ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നതിനൊരു കുഞ്ഞില്ല എന്ന് വിഷമിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, രോഗം വന്ന് പിടിപെട്ടുകൊണ്ട് ഞാൻ മരിക്കുമെന്ന് ചിന്ത നിനക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം മുന്നോട്ട് പോകാൻ സാധിക്കാതെ മക്കളുടെ പഠനമായോ അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ ആഹാരമില്ല, മുന്നോട്ട് പോകാൻ സാധിക്കില്ല, എൻ്റെ ഭാര്യയും മക്കളും പട്ടിണിയാണ്, എൻ്റെ കുടുംബം പട്ടിണിയാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ നിമിഷം കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചേ. എൻ്റെ മകളുടെ പഠനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, എനിക്കൊരു ജോലി, ഞാൻ എല്ലാം ശരിയായി വെച്ചിട്ടും എനിക്ക് ആ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്ന് വിഷമിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ, നീ മുട്ടുമടക്കിയ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചേ, കണ്ണീരോടെ പ്രാർത്ഥിച്ചേ. നിൻ്റെ കണ്ണുനീരൊരു ബലിയായി മാറട്ടെ. അത്ഭുതമുണ്ടാകും. നിമിഷം നേരങ്ങൾക്കകം ഇതാ ദൈവം ഇടപെടും, സ്വർഗം ഇടപെടും. പ്രിയമുള്ളവരെ, ഇത് ദൈവം തന്നിരിക്കുന്ന വാഗ്ദാനമാണ്. അത്യുന്നതനെ ശക്തനായവനെ നീ വിളിച്ചപേക്ഷിച്ച് നോക്കിയേ. വിശ്വാസമുണ്ടോ? ഇന്ന് തന്നെ അത്ഭുതമുണ്ടാവും നിൻ്റെ ഭവനത്തിൽ. ഏതിനെയും എന്തിനേയും അതിജീവിക്കുവാൻ, ഏതിനെയും എന്തിനേയും ഈ ഭൂമിയിൽ സ്ഥിരീകരിക്കുവാൻ ശക്തിയുള്ളവനായ, കരുത്തുള്ളവനായ, കരമുള്ളവനാണ് യേശുക്രിസ്തുവിൻ്റെ കരം. അവൻ്റെ കരങ്ങൾക്ക് ആണിപ്പാടുകളുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ശക്തി ഇന്നുമുണ്ട്. ശക്തി ഉള്ളതുകൊണ്ടാണ് പ്രിയമുള്ളവരെ അവൻ്റെ കരങ്ങളിൽ ആണികൾ അടിച്ചിറക്കിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തിനേയും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള ശക്തിയും കരവും ഞാൻ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കും. അവൻ്റെ മുമ്പിൽ ഞാൻ അവനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നേടിയെടുക്കുമെന്ന വിശ്വാസം. സാംസങ്ങെല്ലാം അങ്ങനെ നേടിയെടുത്തതാണ്. നഷ്ടപ്പെട്ടു പോയ കൃപയെ അവൻ ഒറ്റ നിമിഷം നേടിയെടുത്തിട്ടാണ് മുഴുവൻ സൈന്യത്തെയും നശിപ്പിച്ച് കളഞ്ഞത്. പത്രോസ്ലീഹ, അപ്പോസ്തലന്മാർ, പൗലോസ്ലീഹ എല്ലാം നേടിയെടുത്തവരാണ് അവർ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അതവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ്. എന്തിന് യേശുക്രിസ്തു പോലും പിതാവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലേ? അനേകം സമയങ്ങളിൽ, അവസരങ്ങളിൽ നേടിയെടുത്ത ശക്തിയല്ലേ അവൻ ഇത്രയും കാലം നമ്മുടെ ഇടയിൽ വസിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നോട്ടെ, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നോട്ടെ, ഈ ലോകം തന്നെ നാളെ നശിക്കുമെന്നറിഞ്ഞാലും ഞാൻ കലങ്ങുകയില്ല. എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ വിളിച്ചപേക്ഷിക്കും. എൻ്റെ കുഞ്ഞ് മരിക്കാൻ കിടക്കുമ്പോഴും എനിക്ക് ശക്തമായ ബോധ്യമുണ്ട്. എന്താണ്? ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ ഇടപെടും ആ ജീവിതത്തിൽ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നവനായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മുഴുവൻ നമുക്കിപ്പോൾ സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കിക്കൊണ്ട് കർത്താവിനോട് പറയാം, ഒന്ന് വിളിച്ചപേക്ഷിക്കാം. കണ്ണീരോടെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. കാരുണ്യവാനായ കർത്താവേ, ഇപ്പോൾ നിൻ്റെ തിരുസന്നിധിയിൽ രോഗം മൂലമോ മറ്റേതെങ്കിലും അവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ, കണ്ണീരോടെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവേ നീ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, നിൻ്റെ ഒരു ചെറിയ ഇടപെടൽ മതി.
നീ വലുതൊന്നും എനിക്ക് ചെയ്യണ്ട. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ സ്വർഗം തുറന്നൊന്ന് അനുഗ്രഹിക്കണമേ. ഒന്ന് നീ എന്നെ സ്പർശിച്ച് എൻ്റെ രോഗത്തെ മാറ്റണമേ. എനിക്കൊരു കുഞ്ഞിനെ നീ തരണമേ. എൻ്റെ അപ്പനെയും അമ്മയും കാത്തു സൂക്ഷിക്കുവാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കാനുള്ള കഴിവെനിക്ക് തരണമേ. ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചേ ദൈവം ഇടപെടും പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമർപ്പിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവനെല്ലാം ഏറ്റെടുക്കുന്നവനാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. എൻ്റെ ഭാരം ചുമക്കാൻ വളരെ എളുപ്പമാണ്. ആ ഭാരത്തോടൊപ്പം കർത്താവിൻ്റെ കുരിശിനോടൊപ്പം നമുക്ക് നമ്മുടെ ഭാരങ്ങളും വിഷമങ്ങളും വേദനകളും സമർപ്പിച്ച് കാൽവരി ക്രൂശിനെ നോക്കി നമുക്കും പോകാം. അവൻ ഏറ്റെടുക്കട്ടെ. നമ്മുടെ കണ്ണീരൊരു ബലിയായി സ്വീകരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥൽ അഭയപ്പെട്ടുകൊണ്ടും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിമതിയിൽ മധ്യസ്ഥൽ അഭയപ്പെട്ടുകൊണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരിലുള്ള എല്ലാ വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം നേടി പ്രാർത്ഥിക്കുന്നു. സകല മാലാഖമാരും കാവൽ മാലാഖമാരും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം നിൽക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശുക്രിസ്തു നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസും നമ്മെല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.